Focus. Presented by Happy Land Presents. Powered by Grand Hyper Kuwait. Co-powered by Tangals Jewellery. Co-presents Clear Path Legal UAE. This program is sponsored by Silver Diamond Restaurant, Salala. ചുറ്റിക കൊണ്ടുള്ള അവസാനത്തെ അടിയിലാണ് കരിങ്കല്ല് പൊട്ടിയതെങ്കിലും ആദ്യത്തെ അടികളൊക്കെ ഒരു ഗുണവും ചെയ്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മളുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഏത് അടിയിലാണ് വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാതെ ആയിരിക്കും വിജയം തേടിയെത്തുന്നത്. ഫോക്കസിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. UAE നിയമാവലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആൻറ്റി മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ വിഷയമാണ്. കാരണം നമുക്കറിയാം, കള്ളപ്പണം വെളുപ്പിക്കൽ, നമ്മൾ അതിനെ കൊളോക്കിയലി പറയുകയാണെങ്കിൽ, മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളൊരു സംഭവമാണ്. നാട്ടിൽ വളരെ കാലങ്ങളായിട്ട് തന്നെ നമ്മളെപ്പോഴും കേൾക്കാറുള്ള കള്ളപ്പണം പിടിക്കപ്പെട്ടു, കള്ളപ്പണം അടങ്ങിയ ബാഗ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിശദമായ വിപുലമായ ഒരു നിയമമാണ് UAEയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ UAE ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ UAEയിൽ കള്ളപ്പണം ട്രാൻസാക്ഷൻസ് ധാരാളമായിട്ട് നടക്കുന്നുണ്ടെന്നും അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥിരതയ്ക്ക് തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല, UAEയുടെ പേര് പുറം രാജ്യങ്ങളിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അക്കൗണ്ട് വഴിയല്ലാതെ ഒരു ട്രാൻസാക്ഷൻസും നടത്താൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മറ്റേ ക്രെഡിറ്റ് കാർഡ് വഴിയും ഡെബിറ്റ് കാർഡ് വഴിയും നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ഈ ബൈ ഹാൻഡ് ക്യാഷ് കൊടുക്കലും അതുവഴിയുള്ള ട്രാൻസാക്ഷൻസ് റെസിപ്റ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ രേഖകളില്ലാതെയും പൈസ കൈമാറുന്നതിന് ആണ് നമ്മൾ ഈ കള്ളപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് തന്നെ അതിന് തടയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും പലരും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പലരും ഹുണ്ടിക്ക് പൈസ അയക്കുക, നമ്മൾ കുറച്ച് വീണ്ടും കൊളോക്കിയലി നമ്മൾ പറയുകയാണെങ്കിൽ ഹുണ്ടിക്ക് പൈസ അടയ്ക്കുക, നമ്മൾ 3 അടവിന് പൈസ അടയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് പൈസ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എവിടെ പോലും പരാതി പോലും കൊടുക്കാൻ പറ്റില്ല. ഇനി ഇത് നടപ്പിലാക്കുന്ന ആളുകളെ കുറിച്ച്, ഇത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളുക. കാരണം ഇതിന് വളരെ ഭീമമായ സംഖ്യ ഫൈനും ഒപ്പം തന്നെ ജയിൽ ശിക്ഷയുമാണ് പറഞ്ഞിട്ടുള്ളത്. 5 ലക്ഷം മുതൽ 1 മില്യൺ വരെ ഫൈൻ ഉണ്ടാവാനും അതുപോലെ തന്നെ 10-20 മാസം ജയിൽ ശിക്ഷയും 2-3 കൊല്ലം ജയിൽ ശിക്ഷയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ ചിട്ടി നടത്തുക, അതല്ലെങ്കിൽ ഹുണ്ടിക്ക് പൈസ അയക്കുക, അതല്ലെങ്കിൽ 3 അടവിന് പൈസ അയക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പണം സുരക്ഷിതമല്ല, മാത്രമല്ല അത് ചെയ്യുന്നവരും സുരക്ഷിതമല്ല. നിയമത്തിന് മുമ്പിൽ അവർ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ശിക്ഷാവിധികളൊക്കെ ഉണ്ട് UAEയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് വളരെ സ്ട്രിക്റ്റ് ആണ്. മാത്രമല്ല അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നുള്ള ആളുകൾ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് പോലീസിന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റുകൾ കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് വളരെ കർശനമായിട്ട് UAEയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക. യാതൊരു തരത്തിലുള്ള ബൈ ഹാൻഡ് ട്രാൻസാക്ഷൻസും നടത്താതിരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. നമസ്കാരം. സത്വ ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അബുദാബിയിൽ ഇലക്ട്ര സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇന്നത്തെ സെഗ്മെന്റിൽ സത്വ ആയുർവേദയിലെ ഡോക്ടർ അൻസിജിയാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. ലേഡീസിന് പൊതുവായ ഒരുപാട് രോഗങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഭക്ഷണ രീതി കൊണ്ടൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് സത്വ ആയുർവേദയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ പൊതുവായിട്ട് ഇപ്പം കണ്ടുവരുന്ന രോഗങ്ങൾ, എസ്പെഷ്യലി ലേഡീസിന് വരുന്നത്, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? ഇപ്പോൾ ലേഡീസിന് ഒരുപാട് ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പം PCOD ആണെങ്കിൽ
ആണെങ്കിലും മെനറേജിയ, ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ പോലെ, അപ്പോൾ അതെല്ലാം കൂടി ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആക്ച്വലി അതിന് നമ്മൾ ഫസ്റ്റ് മെനാർക്ക്, അതായത് ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ തന്നെ നമ്മൾ അതിനെ റെഗുലറൈസ് ചെയ്ത് കൊണ്ടുപോകണം. ആക്ച്വലി എവറി മന്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ട് എന്ന് വിചാരിച്ച് അതൊരു ഹെൽത്തി മെൻസ്ട്രേഷൻ ആവണമെന്നില്ല. ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ആക്ച്വലി ഒരു പെൺകുട്ടിക്ക് ഫസ്റ്റ് മെൻസ്ട്രേഷൻ വരുന്ന ടൈം, അതായത് മെനാർക്ക്, ആ ടൈം മുതൽ തന്നെ നമ്മൾ അതിന് വേണ്ട കെയർ കൊടുക്കണം. ആ കെയർ കൊടുത്ത് ആ മെൻസ്ട്രേഷനെ റെഗുലറൈസ്ഡ് ആക്കണം. കാരണം എവറി മന്ത് ബ്ലീഡിങ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടത് ഹെൽത്തി ആവണമെന്ന് നിർബന്ധമില്ല. ആ പ്രോപ്പർ ടൈമിൽ ഓവുലേഷൻ ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പം അതിനെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് ശരിക്കും ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് നമ്മൾ ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് നമ്മളത്, അപ്പം അങ്ങനെയുള്ള പീരിയഡ്സിന് ഇപ്പോൾ അതും തന്നെ ഇപ്പോൾ എല്ലാ പാരൻസും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് ആവുന്ന സമയം മുതൽ തന്നെ അവർ കൺസൾട്ടേഷൻ വരുന്നുണ്ട്, അവർക്ക് വേണ്ട അഡ്വൈസസ് അവർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിൽ ആ ഒരു റെഗുലറൈസ് ചെയ്യാൻ മെഡിക്കേഷൻ, അതായത് ബേസിക് മെഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. PCODയിൽ ആക്ച്വലി അവിടെ ഒരു ഹെൽത്തി ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ എഗ്, അതായത് ഓവം അവിടെ റിലീസ് ആവുന്നില്ല. അതാണ് മെയിൻലി PCODയുടെ മെയിൻ പ്രോബ്ലം. അത് ഫർദർ നമ്മൾ അപ്പോഴേ റെക്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കണ്ടീഷൻ, അത് നമ്മൾ നോർമൽ കേസിൽ മാരേജ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മൾ അതിനെക്കുറിച്ച്, ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളതിൻ്റെ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പം ആളുടെ ഈ ഒരു മെൻസ്ട്രൽ ഹിസ്റ്ററിയിൽ മൊത്തം ഈ പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ മെയിൻലി ഇപ്പം സത്വയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ കൺസൾട്ടേഷൻ നല്ല രീതിയിൽ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്, ഇനിയിപ്പം വലിയ കുട്ടികൾക്കാണെങ്കിൽ പോലും PCODക്കാണെങ്കിലും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതും ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണൽ തെറാപ്പീസ് ഓൾസോ നമുക്ക് ചെയ്യണം. ഒരു മെൻസ്ട്രൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ, ഒരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ വൈ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണക്കാക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം അതിനനുസരിച്ച്, ഇപ്പം സത്വയിലാണെങ്കിൽ തന്നെ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടാതെ എക്സ്റ്റേണൽ തെറാപ്പീസും ഈ ഹോർമോണൽ ലെവൽ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ തെറാപ്പി, ശിരോധാര പോലെയുള്ള, അതായത് മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ശിരോധാര ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ശിരോധാര എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും എനിക്കിതിൽ തോന്നിയത്, ഞാൻ കേട്ടിട്ടുള്ള കുറേ കേസ് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതിൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സത്യത്തിൽ അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ആദ്യമേ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മളത് ചികിത്സിക്കണം എന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസും ഡോക്ടർ പറഞ്ഞു തന്നു. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടൊരു പോയിൻ്റായിട്ട് ഞാൻ എടുത്തു പറയണം. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. സത്വ ആയുർവേദ ആയുരാരോഗ്യത്തിലെ ഇന്നത്തെ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. Grand Hyper Kuwait, where shopping meets satisfaction. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും മികച്ച അവസരമാണ് കേട്ടോ. സോ നമുക്ക് പുറത്തു പോയി ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാതെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ കൊച്ചിയിൽ സേക്രഡ് ഹാർട്ട് കോളേജിൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡിഗ്രി എടുത്താലോ? യെസ്, അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെൻറ്റ് AICHM പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ്. സോ യെസ്, അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് സുബ. കൊച്ചിയിലെ റീജിയണൽ ക്യാമ്പസ് തുറന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ ഒരു ഡിഗ്രി അത് ഓസ്ട്രേലിയയിൽ പോവാതെ തന്നെ ഇവിടെ കിട്ടുവാനും എൻ്റെ വളരെ
ചുരുക്കം ചെലവിൽ ആ ഡിഗ്രി കിട്ടുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു ടൈമിലൂടെയാണ് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കോളേജിൽ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ സോഫ്റ്റ് ലോഞ്ചിങ് നടത്തി. ജൂലൈയിലാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത്. നമ്മൾ ജൂലൈയിൽ ഫസ്റ്റ് ബാച്ച് സേക്രഡ് ഹാർട്ട് കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ്. ഓക്കെ. സോ തീർച്ചയായിട്ടും നമ്മളുടെ ബ്ലോക്ക്ഡ് മണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ സേക്രഡ് ഹാർട്ടിൽ നമ്മളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് അങ്ങനെ തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ എന്തോരം ആ ഒരു വ്യത്യാസം നമ്മളുടെ പാവപ്പെട്ടവർക്ക് തൊട്ട് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഫാമിലീസിനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ? ഡെഫിനറ്റ്ലി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇവിടെ തന്നെ പഠിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്ലേസ്മെൻറ്റ്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഡിപ്ലോമ ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് എന്നുള്ള കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. ആ കോഴ്സ് ഒരാൾ അവിടെ വന്ന് പഠിക്കണമെങ്കിൽ ഫീസ് ഇനത്തിൽ മാത്രം 20 ലക്ഷം രൂപ ചിലവാകും. അതുകൂടാതെ അവർ 2 വർഷം താമസിക്കണമെങ്കിലുള്ള ചിലവ്, അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് ഉണ്ട്. അതേ പ്രോഗ്രാം, അതേ കോഴ്സ് ഇവിടെ ഒരാൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സെയിം ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്മൾ അതിൻ്റേതായിട്ടുള്ള വേണ്ടപ്പെട്ട പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അത് വേണ്ടപ്പെട്ട ഒരു ഫെസിലിറ്റിയിലായിരിക്കും ചെയ്തത്. അപ്പോൾ അത്രത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. വേറൊന്ന് സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് 25% അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഇത് പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ടവരോ അല്ലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവർക്ക് 5 പേർക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുക്കുന്നതായിരിക്കും. 30% ഫീസ് സ്കോളർഷിപ്പ് അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ളവർക്കും ആദ്യം ആയിട്ട് നമ്മളെടുത്ത് പഠിക്കാൻ വരുന്നവർക്ക് 30% കോഴ്സിൻ്റെ ഫീസിൻ്റെ ഇളവ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മൾ ASHM ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു പേരിൽ ഇന്ത്യയിലും ആ ഒരു കെയർ ഗിവിങ് കമ്പനി ആരംഭിക്കുകയാണ്. നമ്മുടെ കൺസെപ്റ്റ് സപ്പോർട്ട് അറ്റ് ഹോം എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ ആ ഒരു കംഫർട്ടായിട്ടിരിക്കുന്ന അവിടെ തന്നെ വളരെ ക്വാളിറ്റി സർവീസ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെ കൈൻഡ് ഓഫ് കോഴ്സസ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിവിടെ കൊടുക്കുന്നത് ഒന്ന് ഡിപ്ലോമ ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് എന്നുള്ള കോഴ്സാണ്. അതൊരു ഡിപ്ലോമ ലെവലാണ്. അവിടുത്തെ കൺസെപ്റ്റ് നോക്കിയാൽ ലെവൽ 7 എന്ന് പറയും. അപ്പോൾ അത് ഒരു സോഷ്യൽ വർക്കിൻ്റെ തൊട്ട് ആ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ. പിന്നെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡിസബിലിറ്റി സപ്പോർട്ട്, ഡിസബിലിറ്റി സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഏജിങ് സപ്പോർട്ട്, കെയർ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ. വേറെന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഇവിടത്തെ ഒരു കൺസെപ്റ്റ് മോണ്ടേഴ്സറി ടീച്ചർമാരാകാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ട്രെയിൻഡ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം കുട്ടികളുടെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോ സ്ഥലത്തും തുറക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ നാട്ടിലെ യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അത് നമുക്കറിയാം. പലപ്പോഴും അത് എഡ്യൂക്കേഷൻ ആയിട്ട് പോകുന്നു, പിന്നീട് അവർ സെറ്റിലാവുന്നു, പിന്നീട് തിരിച്ചിങ്ങോട്ട് വരാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കേൾക്കാൻ സാധിച്ച ഒരു അനുഭവം, അവിടെ ഓസ്ട്രേലിയയിൽ പോയി ജോലിക്കായി പോയി. പക്ഷേ ആ ജോലിയോടൊപ്പം തന്നെ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ റീജിയണൽ ക്യാമ്പസിലേക്കൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ പോലും സ്വന്തം നാടിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അത് മറക്കാതെ ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെ നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ കുട്ടികൾക്ക് ഒരു നല്ലൊരു വിദ്യാഭ്യാസ മേഖലയും അവരുടെ കുടുംബം കെട്ടിപ്പടുത്തുന്നതിനും അവരുടെ രാജ്യത്തിൻ്റെ തന്നെ യശസ് വർദ്ധിപ്പിക്കുന്നതിന് രീതിയിലുള്ള ജോലിയും ലഭ്യമാവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഇനിയും ഈ വിദ്യാഭ്യാസ ശൃംഖലയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സോ ഇന്നത്തെ സെഗ്മെന്റിൽ പുറത്തു പോയിട്ട് പഠിക്കാതെ തന്നെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ കൊച്ചിയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടിയത് അല്ലേ? സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് അടുത്തൊരു സെഗ്മെന്റിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബൈ ഫ്രം ദേവിക. നമസ്കാരം. അറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്.
കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ അത് വിദേശ വിപണികളിലേക്ക് വരെ പ്രാപ്തമാക്കിക്കൊണ്ട് ഏറ്റവും ഗംഭീരമായി ഇടപെടുന്ന ഒരുപാട് സംരംഭകരെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇടപെടുന്ന ഒരുപാട് ബ്രാൻഡിനെ നമുക്കറിയാം. അപ്പൊ ഇന്ന് ഇപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ വളരെ സ്പെഷ്യലായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. കാരണം ചേമ്പിനെ വരെ എന്താണ് പ്രോസസ്സ് ചെയ്ത് ഗംഭീരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണിത്. അപ്പോൾ ദാ ഇവിടെ ഷെഫ് ഹൗസിന്റെ MD ആയിട്ടുള്ള മിസ്റ്റർ നൂറുദ്ദീൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിച്ചു നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയാം. അപ്പൊ ഇനി സാറാണ് പറയേണ്ടത്. ആദ്യം തന്നെ സ്വാഗതം നമ്മൾ പ്രോഗ്രാമിലേക്ക്. എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞു, ഈ പ്രാദേശിക ഉൽപ്പന്നങ്ങളാണ്, എന്താണ് ഫുഡ് ക്രോപ്സ് അല്ലേ? അപ്പോൾ അതിലേക്കുള്ളൊരു യാത്ര, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഏരിയ എന്നൊക്കെയുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ഒന്നാമതായിട്ട് വീട്ടിൽ തന്നെ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. ഫാദറിന് ബേസിക്കലി സൗദി അറേബ്യയിലെ ഫുഡിൻ്റെ ബിസിനസ്സാണ്, റെസ്റ്റോറൻറ്റും മറ്റൊക്കെ ആയിട്ടുള്ള ബിസിനസ്സുകളാണുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് അതിലേക്കുള്ള ഒരു എക്സ്പോഷർ ഉണ്ട്. പിന്നെ നാട്ടിൽ കൃഷിയും കാര്യങ്ങളും, ഫാദറിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ ഈ കൃഷിയും അതുപോലെ കർഷകരെയൊക്കെ നന്നായിട്ട് അറിയാം, അവരുടെ പ്രശ്നങ്ങൾ അറിയാം. കാർഷിക രംഗത്ത് കൃഷിക്കാർക്ക് ഒരു ഉന്നമനം ഉണ്ടാവണമെങ്കിൽ പുതിയ വാല്യൂ അഡീഷൻ ഓപ്പർച്യൂണിറ്റീസ് വരണം എന്നറിയാം. അപ്പോൾ അതിനുള്ള പുതിയ മാർഗങ്ങൾ, പുതിയ വഴികൾ കൊണ്ടുവരിക, നമ്മുടെ നാട്ടിലെ ഓരോ ക്രോപ്പുകൾ ഉപയോഗിച്ച് ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ് നിങ്ങളെ ഒരു എന്താ പറയുക കുടുംബ ബിസിനസ് എന്നൊക്കെ ഉള്ളതിൽ ഉപരി അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ എയിം കൂടി ഇതിലുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതിന്റെ ഷെഫ് ഹൗസിന്റെ ഒരു കോർ എന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു ഇപ്പം സൗദി അറേബ്യയിലാണ് ബിസിനസ് എന്ന് പറഞ്ഞു, അവിടെ നിന്ന് ഇപ്പം ആളുകൾക്ക് സ്വന്തം നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ട് അല്ലേ? പക്ഷെ പുറത്ത് എന്തും ചെയ്യും ആളുകൾ, പ്രത്യേകിച്ച് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ തന്നെ സ്വന്തം നാട്ടില് ചക്കയും ചേമ്പും ഒക്കെ വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു സ്റ്റാറ്റസ്, ഇതൊക്കെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു പിന്നെ കോൺസെപ്റ്റ് ഒക്കെ, അല്ലെങ്കിൽ ഈ ഒരു ആളുകളുടെ സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ അല്ലേ? നമ്മളെ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന വലിയ എന്തോ ജോബാണ്, പക്ഷെ വളരെ അഭിമാനത്തോടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഭയങ്കര യങ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരിക, എങ്ങനെയായിരുന്നു ആ ഒരു കോൺഫിഡൻസ് ഒക്കെ? അത് ഫ്യൂച്ചറിലുള്ള വിശ്വാസമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആളുകളുടെ ഒരു ഇംപ്രഷൻ കുറവായിരിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ക്യാപ്ചർ ചെയ്യുന്ന മാർക്കറ്റ് കൊണ്ട്, പ്രൊഡക്റ്റിനുണ്ടാവുന്ന ആക്സെപ്റ്റൻസ് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പോൾ അത് ഇപ്പം തുടങ്ങിയതിൽ നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത്? കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല മാർക്കറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിലൂടെ ആ ഒരു തീരുമാനം ശരിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഭയങ്കരമായിട്ടുള്ള കെമിക്കലാണല്ലോ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബയോ അല്ലെങ്കിൽ ഏറ്റവും ജൈവപരമായിട്ടുള്ള ഇടപെടലിനൊക്കെ ആ തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ആളുകൾക്കിടയിൽ. തീർച്ചയായിട്ടും ആളുകൾക്കിടയിൽ അവയർനെസ് വളരെ വളരെ ശക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ആൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അവിടെ നല്ല രീതിയിൽ കൂടുതൽ അവബോധം ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ആ ഒരു ആളുകൾക്കിടയിൽ അവയർനെസ്സിന് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഹെൽത്ത് സോഷ്യൽ റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി സംസാരിച്ച് വന്നപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് കൂടിയാണ്. ഒബ്വിയസ്ലി സോഷ്യലി നമ്മൾ റെസ്പോൺസിബിൾ ആണെങ്കിൽ എന്തായാലും ഹാനികരമായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. എന്നാലും ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആളുകളോട് എന്താണ് നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്? ഷെഫ് ഹൗസ് മുന്നോട്ട് വെക്കുന്ന ഒരു ഹെൽത്തി ഫുഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത, ഒരു നമ്മുടെ തീന്മേശ, നാട്ടിലെ തീന്മേശ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത ഡൈവേഴ്സ് ആയിരുന്നു. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ ക്രോപ്പ് വൈസ് ഡൈവേഴ്സ് ആയിരുന്നു. ഡിഫറെന്റ് ക്രോപ്പുകൾ സീസണലായിട്ട് മാറും. തീർച്ചയായും സീസണായിട്ട് മാറുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഇപ്പോ ചക്കയും കിഴങ്ങ് വർഗ്ഗങ്ങളും ചാമയും തിനയും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അതിലുണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ചുള്ള ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ആയിരുന്നു.
പിന്നീട് കാലം അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ കഴിഞ്ഞൊരു 30 വർഷമൊക്കെ ആയിട്ട് അത് ഡൈവേഴ്സിറ്റി ഇൻ ക്രോപ്പ് അതില്ലാണ്ടായി. ആളുകൾ ഒരു ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ്, ലിമിറ്റഡ് ക്രോപ്പുകൾ മാത്രം കൂടുതലായിട്ട് കഴിക്കുന്ന സിറ്റുവേഷൻ വന്നു. ഇതാണ് ആക്ച്വലി ഇതുകൊണ്ടുണ്ടാവുന്ന ന്യൂട്രീഷണൽ ഇംബാലൻസ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ മെയിൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ ക്രോപ്പുകൾ കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, കൂടുതൽ ക്രോപ്പുകൾ ഈ ഒരു ഫുഡിന്റെ രംഗത്തേക്ക് കൊണ്ടുവരാം, പല ഡിഫറെന്റ് ക്രോപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാ എന്നുള്ളതും കൂടി ഈ ഒരു ഷെഫ് ഹൗസിന്റെ ഒരു മിഷന്റെ ഒരു ഗുണഫലമാണ്. അപ്പൊ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മില്ലറ്റ്, ചേമ്പ്, ഇതൊക്കെ വളരെ ഫ്ലേവർ ഉള്ള, ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജൻസിക്കാർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് അറിയാനിൽ കാണും വരേക്കും ഈ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Grand Hyper Kuwait, where shopping meets satisfaction. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമ്മൾ മലയാളികൾക്ക് മഴയെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലാണല്ലേ? പക്ഷെ ഇതേ മഴക്കാലം തുടങ്ങുമ്പോൾ വീടുകളിൽ ആദ്യം തുടങ്ങുന്ന ടെൻഷൻ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചുമരുകളിൽ എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ, ഈർപ്പം വരുന്നുണ്ടോ, കുട്ടികൾക്ക് പനിയും ജലദോഷവും വരുമോ എന്നൊക്കെയാവും നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്നാൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദിവസവും കുടിക്കുന്ന, ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വെള്ളം. മഴ ശക്തമാകുമ്പോൾ നമ്മുടെ മുറ്റത്തെ വെള്ളവും മണ്ണിലെ അഴുക്കുമൊക്കെ ഒലിച്ചിറങ്ങി കിണറുകളിലേക്കും കുളങ്ങളിലേക്കും കലരാൻ സാധ്യത വളരെ കൂടുതലാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം പെട്ടെന്ന് കലങ്ങി വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം. പുറത്തുനിന്നുള്ള വെള്ളം കലരുമ്പോൾ വെള്ളത്തിന്റെ pH ബാലൻസ് മാറും, രുചി മാറും, ഒപ്പം വെള്ളത്തിന്റെ സ്വഭാവം തന്നെ വേറെയാകും. എന്നാൽ നമ്മുടെ മുൻ തലമുറ ഈ പ്രശ്നത്തെ നേരിട്ടിരുന്നത് പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെയായിരുന്നു. കടൽ കക്കകളിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ കാൽസ്യം വെള്ളത്തിന്റെ പുളിപ്പ് മാറാനും വെള്ളം തെളിയാനും ഉപയോഗിച്ചു പോന്നിരുന്നു. ഇതേ അറിവ് ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് തീർത്ഥം. ഇത് പൂർണ്ണമായും കടൽ കക്കകളിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരു നാച്ചുറൽ വാട്ടർ കെയർ പ്രൊഡക്റ്റ് ആണ്. വെള്ളത്തിന്റെ അസിഡിറ്റി കുറച്ച് pH ബാലൻസ് നിലനിർത്താനും അയൺ മൂലം വെള്ളത്തിനുണ്ടാകുന്ന നിറവ്യത്യാസം മാറ്റി വെള്ളത്തിന് നല്ല തെളിച്ചവും സ്വാഭാവിക രുചിയും നൽകാനും ഇത് സഹായിക്കും. നമ്മൾ പണ്ട് മുതലേ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചു വരുന്ന കാൽസ്യം കാർബണേറ്റ് കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലും. പക്ഷേ ആളുകൾക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു കിണറിന് 5 കിലോയോളം തീർത്ഥ ആവശ്യമായി വരാറുണ്ട്. ഇനി ഒരു കുഴൽ കിണറാണെങ്കിൽ 1 കിലോ മതിയാകും. യാതൊരു കെമിക്കലുകളും ചേർക്കാത്തതിനാൽ തീർത്ഥ നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാം. അതുകൊണ്ട് ഈ മഴക്കാലത്ത് വെള്ളം പെട്ടെന്ന് കലങ്ങുകയോ രുചി മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് പ്രകൃതിദത്തമായി അതിനെ എങ്ങനെ ശരിയാക്കാം എന്ന് ചിന്തിക്കൂ. ഈ മഴക്കാലത്ത് നിങ്ങളുടെ കിണറിനും സംരക്ഷണം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ എക്സ്പെർട്ടുകളുമായി സംസാരിക്കാം. കിണറിന്റെ അവസ്ഥ മനസ്സിലാക്കി എത്ര ക്വാണ്ടിറ്റി വേണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അവർ കൃത്യമായി ഗൈഡ് ചെയ്യും. ഇന്ത്യയിൽ എല്ലായിടത്തും ഹോം ഡെലിവറിയും ലഭ്യമാണ്. ഈ മഴക്കാലത്ത് നമ്മുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം തുടങ്ങേണ്ടത് നമ്മുടെ വെള്ളത്തിൽ നിന്നാണ്. കാരണം വെള്ളം നന്നായാൽ പകുതി അസുഖങ്ങൾ മാറി ജീവിതം ഹാപ്പിയാകും. അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ കിണറുകളെ ശുദ്ധിയാക്കാൻ മറക്കണ്ട. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലാൻഡ് ഗെയിംസ്, വാട്ടർ ഗെയിംസ് എന്നിങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ നമുക്ക് ഒരു വിഷമമോ മറ്റുള്ള പുറത്തെ ലോകം എന്താണെന്ന് പോലും ചിന്തിക്കാതെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ പല സ്ഥലത്തു നിന്നുമുള്ള ആളുകൾ വരുന്നുണ്ട്. തമിഴ്നാട് നിന്നും അതുപോലെ നോർത്ത് നിന്നും ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട്, ഫാമിലി ആയിട്ട്, കസിൻസ് ആയിട്ട്, അങ്ങനെ ഏത് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കൊച്ചു ഫാമിലി എങ്ങനെ വന്നാലും
ഒരിക്കലും നിരാശയില്ലാതെ അടിച്ചു പൊളിച്ച് പോകാം. കാരണം ഇവിടെ നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണ്. നമുക്കിങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് ഓരോ ഗെയിംസിലൊക്കെ കയറി അതുപോലെ ഫുഡും ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ സമയം പോകുന്നതേ അറിയില്ല. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഇവിടെ വന്ന് ഇവിടുത്തെ റൈഡ്സൊക്കെ എൻജോയ് ചെയ്ത് മൈൻഡൊക്കെ ഫ്രഷ് ആക്കിയിട്ട് തിരിച്ചു പോവുക ടു യുവർ നോർമൽ റുട്ടീൻ ആൻഡ് യുവർ നോർമൽ ലൈഫ്. വെൽക്കമിങ് ഓൾ ഓഫ് യു ടു ഹാപ്പി ലാൻഡ്. ഇന്നത്തെ വിശേഷം കേട്ടാലോ? ഹായ്. ഹായ്. എൻ്റെ പേരെന്താ? ബിനു. ബിനു. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്, ട്രെയിനറാണ്. ട്രെയിനറാണല്ലേ? എന്തിൻ്റെ ട്രെയിനറാണെന്ന് ചോദിക്കാമോ? മൈൻഡ് ഫോർ മോട്ടിവേഷൻ. ഓ നൈസ്. ഓക്കെ. എന്താ പേര്? ലീന ബിനു. എന്ത് ചെയ്യണം? ടീച്ചർ. ടീച്ചറാണ്. ഓക്കെ. മോള്? അൽമിട്ര BL. ഓക്കെ. ഏത് ക്ലാസ്സിലാ? ഇപ്പം ക്ലാസ് 8. ഓക്കെ, ശരി ശരി. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പത്തനാപുരം. പത്തനാപുരം. ആദ്യമായിട്ടാണോ വരുന്നത് ഹാപ്പി ലാൻഡിൽ? ഞാൻ ഫസ്റ്റ് ടൈം, പക്ഷേ ഇവർ സെക്കൻഡ് ടൈം വന്നിട്ടുണ്ടല്ലേ? എങ്ങനെയാ, നേരത്തെ ഗ്രൂപ്പ് ആയിട്ടാണോ വന്നിട്ടുള്ളത്? സ്കൂളിൽ നിന്ന് ടീച്ചറായിട്ട്. ഓക്കെ ഓക്കെ. സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ നമുക്കുണ്ടല്ലേ? ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? കെമിസ്ട്രി. ഓക്കെ. ഹയർ ഗ്രേഡ്സ് ആണോ? +2. നല്ല ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ അല്ലേ? ഒത്തിരി കാലമായിട്ട് ടീച്ചിങ് പ്രൊഫഷൻ ഉണ്ടല്ലേ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, നൈസ്. പത്തനാപുരത്ത് തന്നെ അല്ലേ? എറണാകുളത്ത് ഹെഡ് ഓഫീസ്, ഓൾ ഓവർ കേരള. ഓക്കെ, നൈസ്. ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈം വന്നിട്ട്? എന്ത് ഫീൽ ചെയ്യുന്നു? നേരത്തെ വന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും റൈഡ് ഇല്ല. ഇപ്പോഴും നല്ല റൈഡ്സ് ഒക്കെ ഉണ്ട്, കൊള്ളാം. ആണല്ലേ? അപ്പൊ നേരത്തെ പിള്ളേരൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വന്ന് അപ്പൊ ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റണ്ട. അവരെ ശ്രദ്ധിക്കണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഞാനും കുറച്ച് ചെറുപ്പത്തിലേക്ക് എന്തിരിക്കുന്നു? ഞാൻ മാരീഡ് അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോഴും കുഴപ്പമില്ല. ഇപ്പോഴും ഒട്ടും മോശമല്ല, കൂടിയിട്ടേ ഉള്ളൂ. മൈൻഡ് പോലെ അല്ലേ? എങ്ങനെയുണ്ട് സാർ ഇവിടെ? ഫസ്റ്റ് ടൈം അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് അവരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. നമുക്ക് ഏതായിട്ട് ഇഷ്ടപ്പെട്ടത്? അവിടെ ഒരു കറങ്ങുന്നത്. മറ്റേ മൊത്തത്തിലെല്ലാം കൂടെ എടുത്ത് കറങ്ങുന്നത് കുഴപ്പമില്ലല്ലേ? അത് ഇനിയിപ്പോ വാട്ടർ ഗെയിംസിലൊക്കെ പോണ്ടേ? എന്തിലും കയറും. മോള് ആദ്യമായിട്ടാണോ? അല്ല, മോള് വന്നിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് അല്ലേ? എല്ലാവരും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. സാറ് മാത്രമാണ് ഒറ്റപ്പെട്ടു പോയത്. ഓക്കെ. അപ്പൊ നല്ലപോലെ എൻജോയ് ചെയ്യുക. ഇനി വാട്ടർ റൈഡ്സിലൊക്കെ പോവാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഒരു വിളയ്ക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വളം? കോവളം. That's a correct answer. ഓക്കെ. അപ്പൊ ഹാപ്പി ലാൻഡിന്റെ വക ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഹാവ് ഫൺ, എൻജോയ്, ബി ഹാപ്പി. അടുത്തറിയാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് GF ടൂറിസം എന്ന ദുബായിലൊരു കമ്പനിയെ പറ്റിയാണ്. ഞാൻ ഷാഹിന. GF ട്രാവൽസിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ആദ്യം എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം, 27 വർഷം എന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജേണി? അതായത് നമ്മുടെ തുടക്കം വളരെ ചെറിയ രീതിയിലായിരുന്നു. ഓരോ കസ്റ്റമറിന്റെയും വിശ്വാസം നേടിയെടുത്തോളം നമ്മൾ ഈ നിലയെത്തിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പൊ നല്ല തിരക്കൊക്കെയാണല്ലോ. മെയിൻ ആയിട്ട് ഇവിടെ എന്തൊക്കെ സർവീസ് ആണ് ചെയ്യുന്നത്? അതായത് ഒരു യാത്രയ്ക്ക് ആവശ്യമുള്ള എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. വിസ പ്രോസസ്സിങ്, ഹോട്ടൽ ബുക്കിംഗ്സ്, എയർ ടിക്കറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നീ തുടങ്ങിയ എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാ ഞാൻ ഒരു തമാശ ചോദിക്കട്ടെ? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഏതാണ്? കൂടുതൽ കേൾക്കുന്ന ചോദ്യം ബ്രോ നാളെ ഫ്ലൈറ്റ് ആണ്, ഇന്ന് വിസ കിട്ടുമോ? ആ ഒരു ചോദ്യമാണ് കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന് എന്താണ് റിപ്ലൈ കൊടുക്കാറ്? അതായത് നമ്മുടെ സൈഡിൽ നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കും. ഡോക്യുമെന്റ്സ് കിട്ടിയ പാടെ തന്നെ നമ്മൾ വിസയ്ക്ക് കൊടുക്കും. പക്ഷെ ചില സമയം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷനാണ് അപ്രൂവൽ വരുന്നത്. ചില സമയത്ത് ഡിലേ വരാറുണ്ട്. ചില സമയത്ത് നമുക്ക് 1 മണിക്കൂർ വിസ കിട്ടും. ചില ദിവസം 1 ദിവസം എടുക്കും, 2 ദിവസം എടുക്കും. ഡിപ്പെൻഡ് ഓൺ ദി ഇമിഗ്രേഷൻ ആണ്. എന്നാലും മാക്സിമം നമ്മൾ വർക്ക് നമ്മൾ ഫാസ്റ്റ് ആക്കാറുണ്ട്. ഇത്രയും വർഷമായിട്ട് ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്താ? ഓരോ യാത്രയും ഒരു പുതിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സന്തോഷത്തോടെ തിരികെ വരുന്ന ക്ലയന്റാണ് നമ്മുടെ അംഗീകാരം. വളരെ സന്തോഷം ഇത്രയും ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവരെ പോലെ, അതായത് GF ട്രാവൽസിനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ട്രാവൽ ഏജൻസിയെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്ന ഇമെയിൽ ID-യിലേക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കേണ്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് പ്രസൻസ്, പവേഡ് ബൈ ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ്, കോ പവേഡ് ബൈ തങ്ങൾസ് ജുവല്ലറി, കോ പ്രസൻസ്
Clear Path Legal UAE. This program is sponsored by Silver Diamond Restaurant, Salala.